കേരള DTHൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് ജില്ലകളിലൊക്കെ ഞാൻ ബോക്സ് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അവന്മാർ പല ആളുകൾക്കും ടെക്നീഷ്യന്മാരെ കിട്ടുന്നില്ല. പല സ്ഥലത്തും ഞാൻ അന്വേഷിച്ച് തിരിഞ്ഞു നോക്കിയാൽ ടെക്നീഷ്യന്മാരെ കിട്ടുന്നില്ല. അപ്പോൾ ടെക്നീഷ്യന്മാരെ കിട്ടുന്നില്ലെങ്കിൽ കസ്റ്റമർ ചോദിക്കും, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവന്മാർ ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സഹായം എന്നുള്ള രീതിയിൽ ഒരു ഹെൽപ്പ് മീൻസ് നിങ്ങൾ ഈ വീഡിയോ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഈ ഡയറക്ഷൻ വീട്ടിൽ ഇതുപോലൊരു ഡിഷ് ആൻറ്റിന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ ഈ സിഗ്നൽ പെട്ടെന്ന് പിടിക്കാൻ സാധിക്കും. നമ്മളെ കയ്യിലൊക്കെ ഇതുപോലെ ഫൈൻഡറുകളൊക്കെ ഉണ്ടാവും, മീറ്ററുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മീറ്ററൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പൊതുവേ ചെയ്യാറ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഞാൻ പറഞ്ഞു തരാം. ഈ ഡിഷ് ആൻറ്റിന ഓൾറെഡി എല്ലാ വീട്ടിലും ഇതുപോലൊരു ഡിഷ് ഉണ്ട്. ഏത് കമ്പനി ആയാലും സാധനമില്ല, നമുക്ക് ഏത് ഡിഷ് ഡയറക്ഷനും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഡയറക്ഷനാണ്, സാറ്റലൈറ്റിൻ്റെ ഡയറക്ഷനാണ് സിഗ്നൽ പിടിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആളുകൾ എയർടെൽ ഡിജിറ്റൽ ടി വിന്ന് സണ്ണിലേക്ക് മാറാൻ ആഗ്രഹിക്കും. അപ്പം അവർ ടെക്നീഷ്യന്മാരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ചില ടെക്നീഷ്യന്മാർ 500 രൂപയൊക്കെയാണ് സർവീസ് ചാർജ് പറയുന്നത് പല ഏരിയയിലും. നമ്മളൊക്കെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിന് 200 രൂപയാണ് മിനിമം സർവീസ് ചാർജ് വാങ്ങുക. അപ്പം ഈ ടെക്നീഷ്യന്മാർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമർ എന്നെ വിളിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സ്വന്തമായിട്ട് തന്നെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സാറ്റലൈറ്റിന് ഡിഗ്രി ഉണ്ടെങ്കിലും നമുക്ക് കോമ്പസിൽ ഓരോരോ സാറ്റലൈറ്റിനും ഒരു ഡിഗ്രി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഓൾറെഡി എല്ലാ സാറ്റലൈറ്റിൻ്റെ കോമ്പസ് ഡിഗ്രി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡിഗ്രി വെച്ച് ഞാൻ കേരളത്തിൽ എവിടെയായാലും നമുക്ക് സിഗ്നൽ പിടിക്കുമ്പോൾ ഈ ഒരു സിസ്റ്റം തന്നെയാണ് വരിക. കോമ്പസിൻ്റെ ഡിഗ്രി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഡിഷ് ഇപ്പോൾ ഏത് ദിശയിലേക്കാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ടാറ്റാ പ്ലേ ഡയറക്ഷനാണ്, ഇതിനൊരു കോമ്പസ് ഡിഗ്രി ഉണ്ട്. കോമ്പസ് ഡിഗ്രി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എവിടെയാണ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോമ്പസ് നിങ്ങളെല്ലാ ആൻഡ്രോയിഡ് ഫോണിലും കോമ്പസ് ഉണ്ടാവും. ഇതുപോലെ ഫോണിൽ ഏത് ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോമ്പസ് ഉണ്ടാവും. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണിലും ഏത് ഐഫോൺ ആയാലും ഏതായാലും ഒരു കോമ്പസിനൊരു ഡിഗ്രി ഉണ്ടാവും. നമുക്ക് ഓരോ ഡിഷിൻ്റെ ഇപ്പോൾ ഈ ഉദാഹരണത്തിന് ഈ ഡിഷ് ഇപ്പോൾ ടാറ്റാ പ്ലേയിലേക്കാണ് വെച്ചത്. അപ്പോൾ നിങ്ങൾ മൊബൈലിൽ മുമ്പ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഏതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡിഗ്രി നിങ്ങൾക്ക് കിട്ടും. ഈ LMBൻ്റെ ഈ കമ്പിയും അതേപോലെ ഡിഷ വെച്ചിട്ട് നമുക്കിങ്ങനെ തൊടിയിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഗ്രി കിട്ടും. ആ ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാറ്റാ പ്ലേൻ്റെത് ഏത് ഡിഷിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കുന്നത്, ഏത് ഭാഗത്തേക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് ഭാഗത്തേക്കാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ ആ ഡിഗ്രിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഷിൻ്റെ ഡയറക്ഷൻ ഏത് ഭാഗത്തേക്കാണ് ഡിഷ് ഉണ്ടാവുക എന്നുള്ളത് കറക്റ്റ് തിരിച്ച് ഒപ്പിക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് TV കണക്ട് ചെയ്യുക. TV കണക്ട് ചെയ്തിട്ട് സെറ്റോ ബോക്സ് കണക്ട് ചെയ്തിട്ട്, ഈ സെറ്റോ ബോക്സ് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സെറ്റോ ബോക്സ് ട്യൂൺ ചെയ്തിട്ട് വേണം നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ഞാനൊക്കെ കൊറിയർ അയക്കുമ്പോൾ ഈ സെറ്റോ ബോക്സ് ട്യൂൺ ചെയ്ത് ചാനലൊക്കെ ഓപ്പൺ ആക്കിയിട്ടാണ് അയച്ചു കൊടുക്കുക. അങ്ങനെയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആൻറ്റിനയുടെ വയർ സെറ്റോ ബോക്സ് കണക്ട് ചെയ്ത് സെറ്റോ ബോക്സ് TV കണക്ട് ചെയ്തിട്ട് സൗണ്ട് ഈ TVയുടെയും സെറ്റോ ബോക്സിൻ്റെയും ശബ്ദമൊക്കെ കൂട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾ ഡിഷുള്ള സ്ഥലത്ത് താഴെ സിഗ്നൽ വരുമ്പോൾ TV ഓണാകുമ്പോൾ ഒരു ശബ്ദം വരുമല്ലോ, ചാനൽ വർക്കിംഗ് ശബ്ദം, ഏത് ചാനലാണോ വെച്ചത് അതിൻ്റെ ശബ്ദം വരുമല്ലോ. അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാത്ത ആളുകൾക്ക് 2 മൊബൈൽ, ഇപ്പം വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഒരു വീട്ടിൽ എങ്ങനെ പോയാലും 2-3 ഫോണൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു വേറെ വീട്ടിൽ ആരെങ്കിലും ഫോണിലേക്ക് ഒരു വീഡിയോ കോൾ ചെയ്യുക. ഒരു ഫോണ് കുട്ടീനെ കൊണ്ടോ വീട്ടിൽ ആരൊക്കെയുണ്ടെങ്കിലും അല്ലെങ്കിൽ TVൻ്റെ മുമ്പിൽ വെപ്പിക്കുക. എന്നിട്ട് മറ്റേ ഫോൺ എടുത്തിട്ട് നിങ്ങൾ ഈ മീറ്റർ പോലെ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം തോന്നുന്നത് ആ രീതിയിൽ. ഒരു തട്ട് വീടൊക്കെ ആണെങ്കിൽ, മുകളിലില്ലാത്ത താഴെ മാത്രം ഒരു തട്ട് വീടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ ശബ്ദം വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അങ്ങനെയൊക്കെ പിടിക്കുന്നുണ്ട് സിഗ്നൽ. ഞാൻ പല ആളുകൾക്ക് അതുപോലെ പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെ ഡിഗ്രിയാണ് കാണിക്കാൻ പോകുന്നത് ഇനി അടുത്തതായിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിക്കാൻ പോകുന്നത്, ഇപ്പോൾ ടാറ്റാ പ്ലേ ആണുള്ളത്. ജസ്റ്റ് ഞാൻ എയർടെല്ലിലേക്ക് നമുക്ക് ഈ കോമ്പസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സിഗ്നൽ പിടിക്കാമെന്നാണ്. ഈ കോമ്പസ് പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഡിഗ്രി മനസ്സിലാക്കണം. എയർടെല്ലിൻ്റെ ഡിഗ്രി 107-108 ഡിഗ്രിയിലേക്ക് കോമ്പസ് വെക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കോമ്പസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ ഇങ്ങനെ കാണിക്കും. കോമ്പസ് ഓൺ ഇങ്ങനെ നമ്മൾ ഡിഷ് ഇങ്ങനെ തിരിക്കുന്ന ഡിഷല്ല, നമ്മൾ മൊബൈൽ തിരിക്കുന്ന വെച്ച് ഡിഗ്രി കാണിക്കും. അപ്പം നമുക്ക് 107-108 എന്നുള്ള ഭാഗം കാണിക്കുമ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് ഡിഷ്, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ഇങ്ങോട്ടാണ് ഡിഷ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇപ്പോൾ ഡിഷിലെടുത്ത് ഇടത്തോട്ടേക്കാണ് പോകേണ്ടത്. അപ്പം നമുക്ക് 2 ഭാഗം ചെയ്യാം. ഒന്ന് ഡിഷിൻ്റെ ബേക്കിൽ നിന്നിട്ട് നമുക്ക് ഇവിടെയും വെച്ചിട്ട് ചെയ്യാൻ പറ്റും. 107-108 ഡിഗ്രിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സിഗ്നൽ വരുമ്പോൾ ഇതിൽ നിന്ന് മീറ്ററിൽ നിന്ന് TT സൗണ്ട് കേൾക്കാം. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ശബ്ദമല്ല, വേറെ ശബ്ദം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് എൻ്റെ മീറ്റർ കണക്ട് ചെയ്ത് വെച്ചത്. നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങൾ TV അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ വീഡിയോ കോൾ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ 108 ഡിഗ്രിയിലേക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. 108 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏതാണ്ട് നമുക്ക് ഈ ഒരു ഇതിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടാറ്റാ പ്ലേൻ്റെ ഡയറക്ഷനിലാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഷ് ഇതുപോലെ ചെയ്യാം. ഇതുപോലത്തെ ഡിഷ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു LMBൻ്റെ ഒരു കണക്കിൽ ഇത് വെക്കണം. ഓക്കെ,
അപ്പോൾ ഞാൻ ഡിഷ് തിരിക്കുന്നുണ്ട്. ഡിഷ് ഡയറക്ഷൻ മാത്രമേ നമുക്ക് കിട്ടൂ, പിന്നെ നമുക്ക് സിഗ്നൽ കിട്ടാൻ വേണ്ടി നമ്മൾ താത്തുക പൊക്കുക ആ രീതിയിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് 108 ഡിഗ്രി ഞാൻ ഡിഷിൻ്റെ വേക്കിൽ നിൽക്കുന്നുണ്ട്, 108 വെക്കണം. അത് 108 ഡിഗ്രിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം നോക്കുക, ഇപ്പം 106 107 ആണ്. ഓക്കെ, അപ്പം ജസ്റ്റ് ഇത് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ 104 103 കാണിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് വലത്തോട്ട് തിരിക്കണം. ജസ്റ്റ് ഒന്ന് വലത്തോട്ട് തിരിച്ചിട്ടുണ്ട്. നോക്കട്ടെ, ഞാനൊരു കൈ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഏതാണ്ട് 107 106 107 ആയിട്ടുണ്ട്. നമുക്ക് സിഗ്നൽ ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡിഷ് താത്തുക. ഞാൻ മീറ്റർ ജസ്റ്റ് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മയറാണ് അതിന് കണക്ട് ചെയ്തത്. താത്ത് നോക്കുക, ഡിഷ് ഇപ്പം താത്തുന്നുണ്ട്. ഞാൻ താത്തുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. താത്തിയിട്ട് എവിടെയെങ്കിലും ടി പറഞ്ഞത് ടൈറ്റ് ആക്കുക. നിങ്ങൾക്ക് ടി വി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാക്കാം. അപ്പോൾ ഇതിൽ എനിക്ക് കിട്ടിയിട്ടില്ല, അപ്പോൾ അതിൻ്റെ അർത്ഥം 107 കറക്റ്റ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. 107 ശരിക്കും പറഞ്ഞാൽ 101 102 വരുന്നുള്ളൂ. നമ്മൾ നേരെ വേണം പിടിക്കാൻ. അപ്പം വലത്തോട്ട് കുറച്ചും കൂടി തിരിയണം. അപ്പം 110 ആയിട്ടുണ്ട്. കുറച്ച് ഇടത്തോട്ട് തിരിക്കാം. നോക്കുക, 107 108 107 ആയിട്ടുണ്ട്. ഇപ്പോൾ മീറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. 107 നേരെ എല്ലാം നേരെയായിട്ടാണ് പിടിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് താത്തി നോക്കാം. താത്തി നോക്കാം. സിഗ്നൽ വരുമ്പോൾ ഇതിലേക്ക് ടി അടിയും. ഞാൻ സിഗ്നൽ താത്തുന്നുണ്ട്. താത്തി കൊണ്ടുപോകുന്നുണ്ട് ഡിഷ്. ഞാൻ ഡയറക്ഷൻ എത്തുമ്പോൾ ടിക്ക് ടിക്ക് പറഞ്ഞോളൂ. ഇപ്പോൾ സിഗ്നൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റ് 107 ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്തത്. പക്ഷേ 107 ഡിഗ്രിയിൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോഴും ഈ ചാനൽ വന്നു കഴിഞ്ഞാലും സിഗ്നൽ പെർഫെക്ഷൻ ആണെന്നൊന്നുമില്ല. ഇതിപ്പോൾ ഒരു 65% ഉള്ളൂ. നിങ്ങൾ ഈ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് LMB ഒക്കെ സ്ക്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. LMB ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിടിക്കാൻ സാധിക്കും. ഓക്കെ, ഞാനിതെല്ലാം ഒരു കൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത് കേട്ടോ. ഞാനെല്ലാം എൻ്റെ ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഫോണും ഇതും എല്ലാം വെച്ച് ചെയ്യുന്നത്. ഇത് ആളുകൾക്ക് കുറച്ച് ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിലാണ്. ഇനി അടുത്ത് നോക്കാം നമുക്ക്. അടുത്ത സാറ്റലൈറ്റിൻ്റെ ഡിഗ്രി ഞാൻ നോക്കട്ടെ ആദ്യം. ഇപ്പോൾ എയർടെൽ നിങ്ങൾ കണ്ടു 107 108 കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ കിട്ടും. ജസ്റ്റ് ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു കൈ കൊണ്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കഴിയും നിങ്ങൾക്ക്. രണ്ടാമത് സൺ ഡയറക്റ്റ്. ഇനി എയർടെൽ ഡിജിറ്റൽ ടി വിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ നിന്ന് സൺ ഡയറക്റ്റിലേക്ക് നമുക്ക് മാറ്റണം. അപ്പം ഈ കോമ്പസിൽ എത്ര ഡിഗ്രിയാണ് വെക്കേണ്ടത് അതാണ് നോക്കുന്നത് കേട്ടോ. ഇപ്പം നിലവിലെ സണ്ണിൻ്റെ സിഗ്നലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിഗ്നൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സൗണ്ട് വരും. 131 എൻ്റെ തോന്നുന്നു, ഒന്നായിരിക്കണം. 131 നമുക്ക് വെച്ചിട്ട് ഡിഷ് തിരിക്കാം. ഡിഷിൻ്റെ ബേക്കിൽ നിൽക്കുമ്പോൾ വലത്തോട്ടാണ് 131 പോകുമ്പോൾ വരിക കേട്ടോ. അപ്പം വലത്തോട്ടേക്ക് ഞാൻ ഡിഷ് തിരിക്കുന്നുണ്ട്. ഡിഷ് വലത്തോട്ടേക്ക് തിരിക്കുന്നുണ്ട്. നോക്കുക, ഏതാണ്ട് 118 119 ആയിട്ടുള്ളൂ. കുറച്ചും കൂടി തിരിക്കണം. 128 എന്നായിട്ടുണ്ട്. 128 129 ആയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കാം. 129 തോന്നുന്നില്ല ഡിഗ്രി. നിങ്ങൾക്ക് പൊക്കുമ്പോൾ തന്നെ പൊക്കുവാണ് ചെയ്യേണ്ടത്. എയർടെൽ ഡിജിറ്റൽ ടി വിന്ന് വലത്തോട്ട് തിരിക്കുമ്പോൾ ഡിഷ് മേലോട്ട് പൊക്കുകയാണ് ചെയ്യേണ്ടത്. സിഗ്നൽ വരുന്നുണ്ട്. നമുക്കിവിടെ ടി ആഡ് ചെയ്യും. റെഡി. അപ്പോൾ 129 130 എന്ന ഡയറക്ഷൻ കോമ്പസിൽ വെച്ചിട്ട് ഡിഷ് പൊക്കി കൊടുക്കുക. അപ്പോൾ ഏതാണ് ഡയറക്ഷൻ സിഗ്നൽ കിട്ടിയിട്ടേ ഉള്ളൂ. പെർഫെക്ഷൻ സിഗ്നൽ എന്ന് പറയുന്നത് 70ൻ്റെ മുകളിലായിട്ടുണ്ട്. അപ്പോൾ എത്ര ഡിഗ്രി കറക്റ്റ് കാണിച്ചു തരാം. 131 132 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. LMB നേരത്തെ 131 132 വെച്ചിട്ട് വേണം ആൻറ്റിന പൊക്കാൻ. ഓക്കെ, അപ്പോൾ സൺ ഡയറക്റ്റ് പെർഫെക്ഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത സിഗ്നൽ പിടിക്കേണ്ടത് ഡിഷ് ടി വി ആണ്. സൺ ഡയറക്റ്റിൻ്റെ ഡിഷിൻ്റെ ബേക്കിൽ നിൽക്കുമ്പോൾ വലത്തോട്ടാണ് ഒന്നിരിക്കേണ്ടത്. അപ്പോൾ ഡിഷ് ടി വിൻ്റെ ഏതാണ്ട് 140 141 അടുത്താണ് ഡിഗ്രി വരുന്നത് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിലവിൽ ഡിഷ് എന്ത് ചെയ്യണം, നമുക്ക് ജസ്റ്റ് വലത്തോട്ട് തിരിക്കണം. ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലത്തോട്ട് തിരിക്കുമ്പോൾ മനസ്സിലാവും തോന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചേ തിരിക്കണ്ടോ. അപ്പോൾ കോമ്പസ് വെച്ചു. 141 ഏതാണ്ട് 140 141 ആയിട്ടുണ്ട്. LMB നേരെ മൊബൈലിൽ ഇങ്ങനെ വെക്കുമ്പോൾ. ഓക്കെ,
141 അതിലാണെങ്കിൽ നമുക്ക് ഡിഷ് പൊക്കി കൊടുക്കാൻ വേണ്ടത്. ഞാൻ ഓൾറെഡി ഇവിടെ ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിഷ് ഞാൻ പൊക്കുന്നുണ്ട്. അതാ ഡിഷ് ജസ്റ്റ് ഒന്ന് പൊക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 74 സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊക്കുക വേണ്ടത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഡിഷ് താത്തുകയാണോ പൊക്കുകയാണോ എന്നൊക്കെ ഞാൻ വീഡിയോയിൽ കറക്റ്റ് പറയുന്നുണ്ട്. ആദ്യം ഈ കോമ്പസിൽ വെക്കുന്ന ഡിഗ്രി നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഈ പിടിക്കുന്നത് പോലെ പിടിക്കുക. എന്നിട്ട് ഏത് ഡിഷ് ആൻറ്റിൻ്റെ ഭാഗത്ത് നിങ്ങളെ വീട്ടിൽ ചിലപ്പം ടാറ്റാ പ്ലേ ആയിരിക്കും. ടാറ്റാ പ്ലേ എന്നാകുമ്പോൾ ഡിഷിൻ്റെ ബേക്കിൽ നിൽക്കുമ്പം ഒന്നും നോക്കണ്ട, ഈ ഡിഗ്രി ഒപ്പിച്ചാൽ മാത്രം മതി. അപ്പം ഡിഷ് TV D2H രണ്ടും ഒരു ഡയറക്ഷൻ ആയതുകൊണ്ട് രണ്ടും സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ സെറ്റ് ചെയ്തത് ടാറ്റാ പ്ലേ ആണ്. ടാറ്റാ പ്ലേൻ്റെ ഫ്രീക്വൻസി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിഗ്രി വരുന്നത് ഏതാണ്ട് 151 തോന്നുന്നുണ്ട്. ഇതിപ്പോൾ ഡിഷ് TVയിലാണുള്ളത്. ഡിഷ് TVയിലാകുമ്പോൾ നിങ്ങൾക്കറിയാം 141 142 അപ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഡിഷ് വലത്തോട്ട് തന്നെ തിരിക്കുകയാണ്, ഡിഷിൻ്റെ ബേക്കിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം 147 148 ആയിരിക്കും, കുറച്ചും കൂടി വേണം തോന്നുന്നുണ്ട്. 148 149 ആയിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യാം, ചിലപ്പോൾ 149 തന്നെ കിട്ടും. ഇത് 2-3 ഡിഗ്രി വ്യത്യാസത്തിലാകുമ്പോൾ ഒന്നും വിഷയമില്ല. ഡിഷ് പൊക്കുവാണ് വേണ്ടത് കേട്ടോ. അത് റെഡിയാണ്. നിങ്ങൾക്ക് കാണാം 147 148 149 ആയപ്പോൾ സിഗ്നൽ വന്നിട്ടുണ്ട്. ഇത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ബാക്കി LMBൻ്റെ സ്ക്യൂ കാര്യങ്ങൾ, LMBൻ്റെ സ്ക്യൂ എന്ന് പറഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനൊക്കെ സാധിക്കും. അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിഗ്നൽ പരമാവധി കൂട്ടാൻ സാധിക്കും. അത് എല്ലാ സെറ്റ് ടോപ്പ് ബോക്സിലും അവരെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ സിഗ്നൽ ലെവൽ കാണിക്കും. സിഗ്നൽ ക്വാളിറ്റിയാണ് കൂട്ടേണ്ടത്, സ്ട്രെങ്ത് അല്ല, ക്വാളിറ്റിയാണ് ഈ കിട്ടുന്ന സിഗ്നലിനെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഈ കോമ്പസിൽ നിങ്ങൾ പിടിക്കുന്നത് ശരിയായിട്ട് തന്നെ പിടിക്കണം. മൊബൈൽ ചെരിഞ്ഞിട്ടൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഡിഗ്രി വ്യത്യാസം വരും. അപ്പം ഞാൻ ഈ പിടിച്ചതുപോലെ തന്നെ പിന്നെ കുറച്ചും കൂടി എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ ഒറ്റക്കാണ്. ഇത് വീടിൻ്റെ ഏറ്റവും വീടിൻ്റെ ഏറ്റവും മേലെയാണ് ഞാനുള്ളത്. അപ്പോൾ ഇത്രയും മേലെയായിട്ടാണുള്ളത്. അപ്പോൾ ഫോൺ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഡയറക്ഷനൊക്കെ ഓക്കെയാണ്. എൻ്റെ ഡയറക്ഷനൊക്കെ അടിപൊളി സ്ഥലമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നല്ല സിഗ്നൽ കിട്ടുന്ന ഏരിയ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ മൊബൈൽ പിടിക്കുമ്പോൾ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന നിങ്ങൾ ഏത് ഡയറക്ഷനാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്, അതിൽ ഏത് ഡയറക്ഷൻ എവിടെയായാലും ഇല്ല, നിങ്ങൾ ആ ഡിഗ്രി കോമ്പസ് കാണിക്കുന്ന ഡിഗ്രി എങ്ങനെ കറക്റ്റ് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിലത്ത് വെക്കുക. ഏറ്റവും ഒന്നും നോക്കണം, നിങ്ങൾ ആദ്യം നിലത്ത് വെക്കുക. അപ്പോൾ നിലത്ത് വെക്കുമ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിൽ ഞാൻ ഈ വീഡിയോ കാണിച്ച അതേ ഡിഗ്രിയിൽ വെച്ചിട്ട് ഡിഷിൻ്റെ രൂപം അതേ രൂപത്തിലേക്ക് ആക്കുക. അതേ രൂപത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ മൊബൈലിൽ നിങ്ങൾ കോമ്പസ് ഓൺ ചെയ്തിട്ട് ഇപ്പോൾ 107 ഡിഗ്രി, ഇപ്പോൾ ഇങ്ങനെയാണ് 107 ഡിഗ്രിയാണ് നോക്കുക. അപ്പോൾ നിങ്ങൾ ഡിഷിൻ്റെ ബേക്കിൽ നിൽക്കുമ്പോൾ ഡിഷിൻ്റെ ബേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് ഭാഗത്താണ്, അപ്പം അങ്ങോട്ടല്ല. അപ്പം ഡിഷ് നെക്സ്റ്റ് തിരിക്കുക, എന്നിട്ട് നേരെ. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ ഒരു ഡയറക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഏരിയയിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു മാർക്കർ എടുക്കും. എൻ്റെ കയ്യിൽ മാർക്കറില്ല, ഞാൻ നിങ്ങൾക്ക് എളുപ്പം പറഞ്ഞു തരുന്നതാണ്. ഒരു മാർക്കറുണ്ട്, ഇവിടുന്ന് മുതൽ താഴെ വരെ വരിക. ഇപ്പോൾ ഏത് ഡയറക്ഷനാണോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇവിടെ എന്ത് ചെയ്യുക, ആ DTH ഡയറക്ഷൻ്റെ പേര് എഴുതി വെക്കുക. എയർടെൽ ഡിജിറ്റൽ TV ആണ് എയർടെൽ, സണ്ണാണെങ്കിൽ സണ്ണ്. പിന്നെ തിരിച്ച് പിടിക്കുമ്പോൾ കിട്ടുമ്പോൾ അടുത്തതും ഒരു വരിക. ഡയറക്റ്റ് അടിയിൽ എഴുതുക, സണ്ണാണെങ്കിൽ സണ്ണ്, എയർടെലാണ് എയർടെൽ. ആ രീതിയിൽ നിങ്ങൾക്ക് എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും, ഇത് പിടിക്കാൻ സാധിക്കും. ഓക്കെ.